ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ 3 അച്ചാറാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതിന് അച്ചാറാന്ന് പറയുമെന്നൊന്നും അറിയില്ല. ഞാൻ ഇട്ട വിധം പറഞ്ഞുതരാം. മാങ്ങ ഇന്ന് വാങ്ങിയതാണ്, അപ്പോൾ ഇന്ന് തന്നെ കട്ട് ചെയ്ത്. ഇപ്പോൾ എനിക്ക് പുതുതായിട്ട് ഇതിലൊരു നല്ല സ്വഭാവമാണ് കേട്ടോ. നമ്മൾ വയസ്സാകുമ്പോൾ സ്വഭാവമെല്ലാം നല്ലതാക്കണ്ടേ. അപ്പോൾ മുന്നേ ആണെങ്കിൽ മാങ്ങ മേടിച്ച് അത് വാടി പിന്നെ പഴുത്തു പിന്നെ ചീഞ്ഞ് കളയലാന്ന് പരിപാടി. ഇപ്പോൾ അല്ല, കൊണ്ടുവന്ന അന്നേരം തന്നെ പിന്നെ കട്ട് ചെയ്ത് അങ്ങനെ കളയേ ഇല്ല എന്നുള്ളൊരു ഇതിൽ അപ്പം തന്നെ കട്ട് ചെയ്തിട്ടാക്കിയതാണ് കേട്ടോ. ഞാനാദ്യം കട്ട് ചെയ്തു. ഇതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അച്ചാർ പൊടി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി ചതച്ചിടണം. ഞാൻ ഇട്ടൊന്നുമില്ല, ഇട്ടാലും ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. പിന്നെ കടുക് പൊടിച്ചത്, വിനാഗിരി, ഇത്തിരി സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി കുറച്ചൊരു വെള്ളം പോലെ വരും. കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഉപ്പൊന്നും മാങ്ങയെന്നെല്ലാം ഇറങ്ങിയ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒന്നും കൂടി നല്ലോണം മിക്സ് ആവും. എന്നിട്ട് ഞാനൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ചൂടാണ്, അപ്പോൾ കഞ്ഞീൻ്റെ കൂടെയെല്ലാം ഇടയ്ക്ക് രാത്രിയൊക്കെ കഞ്ഞിയാക്കും, അതിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ എളുപ്പമാണ്. അപ്പോൾ എളുപ്പത്തിലുണ്ടാക്കാൻ റെസിപ്പി മനസ്സിലായില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബീട്രൂട്ടിനിടയ്ക്ക് ഉണ്ടാക്കിയത് കഴിഞ്ഞു. ഇത് 2 ബീട്രൂട്ടിൻ്റെ കേട്ടോ. അന്ന് ഉണ്ടാക്കിയ പോലെ തന്നെ ആ റെസിപ്പി ഇട്ടിട്ടുണ്ട്. എന്നാലും ഒരിക്കൽ കൂടി പറയാം. ബീട്രൂട്ട് ചുരണ്ടി വെച്ചു. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അച്ചാർ പൊടി, കറിവേപ്പില, പച്ചമുളക്, ഈത്തപ്പഴം, പഞ്ചസാര, ഉപ്പ് ആവശ്യത്തിന് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു. ഇതും നല്ല ടേസ്റ്റാണ് നമുക്ക് വേണ്ട. നമുക്ക് റെസിപ്പി അതായത് അങ്ങനെയൊന്നുമില്ല. ഇത് എനിക്ക് ഹീമോഗ്ലോബിൻ കുറവുണ്ട് അങ്ങനെയെല്ലാം കൊണ്ട് ബീട്രൂട്ട് കൊണ്ടുവന്നാലും അതന്നെ എപ്പം പരിപാടി. ബീട്രൂട്ട് മാത്രം ഉണങ്ങി ചുരുണ്ട് അതിൻ്റെ രൂപമാറ്റെല്ലാം സംഭവിച്ചിട്ടാകുമ്പോൾ ഞാൻ എടുത്തോളി. എപ്പോൾ അങ്ങനെയാണ്. ഇന്ന് ഞാൻ വെച്ച് ഇന്ന് തന്നെ ഉണ്ടാക്കണമെന്ന് ഇന്ന് പച്ചക്കറി മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ബീട്രൂട്ട് അച്ചാറും റെഡിയായി. പിന്നെ നെല്ലിക്ക അന്ന് വാങ്ങിയിട്ട് ഞാൻ വെച്ചു 2 ദിവസം ഉപ്പിലിട്ട് വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ കഷ്ണത്തിന് വെച്ചിട്ട്. അല്ലെങ്കിൽ ഞാൻ പച്ചക്ക് ഫ്രഷായിട്ട് ഇടല് അങ്ങനെ വിചാരിച്ചിട്ട് ഇട്ടിട്ട് സാധാരണ ഇങ്ങനെ വരലില്ല. കണ്ടോ, ഇങ്ങനെ ഒരു കറുപ്പ് ഇങ്ങനെ വന്നു. ഇനി ഇതിപ്പം കൂട്ടാൻ കഴിയില്ലല്ലോ. അതല്ലേ ദിവസം ഒരു നെല്ലിക്ക എടുത്ത് വെച്ചാൽ മതി. നെല്ലിക്ക ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ നെല്ലിക്ക എപ്പോഴും നെല്ലിക്ക അച്ചാറുണ്ടാക്കും. ഭയങ്കര മുടി കൊഴിച്ചിലുണ്ട്. അപ്പോൾ നെല്ലിക്ക നമ്മൾ സ്ഥിരമായിട്ട് ഒരുപാടൊന്നും കഴിക്കാൻ പാടില്ല. നെല്ലിക്ക അച്ചാറായിട്ട് എങ്ങനെയായാലും ഒരു നെല്ലിക്കയോ നെല്ലിക്കയോ ഡെയിലി കഴിച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ ഭക്ഷണത്തിൻ്റെ കൂടെയെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് മുടിക്ക്. ശരിക്കും നല്ലോണം മുടി വരും. മുടി കൊഴിയലെല്ലാം കുറവ് തോന്നലുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ നെല്ലിക്കയിലും ഞാൻ ഫ്രഷായിട്ട് പച്ചെണ്ണ കഷ്ണങ്ങളാക്കി എന്നിട്ട് ഇതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കടുക് അരച്ചത്, കറിവേപ്പില, പച്ചമുളക് എല്ലാം ഒരേ റെസിപ്പിയാണ്. അച്ചാർ പൊടി, കുറച്ച് വിനാഗിരി ഒഴിച്ച് മിക്സ് ചെയ്തു. എൻ്റെ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ലോണം മിക്സായിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഈ ടേസ്റ്റാണ് ഇഷ്ടം. എനിക്ക് ഈ എണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ടാക്കുന്നത് അതിനേക്കാളും ഇതാ ഇഷ്ടം. ഇതാ എളുപ്പവും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നതും ടേസ്റ്റില്ലതും അങ്ങനെയല്ലേ ആക്കുന്നത് നല്ലത് എന്നുള്ളൊരിതിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ആക്കാട്ടോ. അഥവാ ഞാൻ പറയുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ചിലവരെല്ലാം റെസിപ്പി വയ്ക്കലുണ്ട്. അഥവാ എന്താ സംശയം കൊണ്ട് ചോദിച്ചാൽ ഞാൻ കമൻറ്റ് ബോക്സിൽ എഴുതിയിടാം ഇന്ന സാധനങ്ങളാണ് ഇട്ടുന്നില്ല. എല്ലാം ഒരേ സാധനമാണ്. മിക്സ് ചെയ്ത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക, അതന്നെ പരിപാടി. അപ്പോൾ ഇതാണ് 3 അച്ചാർ. കേട്ടോ, സൂപ്പറല്ലേ, നല്ല സ്റ്റൈലില്ലേ കാണാൻ. എന്താ പറയുക, കോംബോ, അച്ചാർ കോംബോ. ഓക്കെ, താങ്ക് യു.